ശ്രീ ചെറിയാമ്പൽപ്പെ, ഈ മമ്മൂട്ടിയെ പെടുത്തിയതാണോ ഒരു കെണിയിൽ കൊണ്ടുപോയി? ശ്രീ ചെറിയാമ്പൽപ്പിന് മമ്മൂട്ടിയുമായിട്ട് വളരെ അടുപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സൗഹൃദം. അത് തീർച്ചയാണ്. കാരണം അദ്ദേഹം സിനിമ അഭിനയം തുടങ്ങുന്ന മുമ്പോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള സുഹൃത്താണ്. അതായത് CPM-ന്റെ പല നേതാക്കന്മാരും പരിചയപ്പെടുന്നതൊക്കെ എത്രയോ വർഷം മുമ്പ് തന്നെ ഉറ്റ സുഹൃത്താണ്. അദ്ദേഹം കൈരളി TV-യുടെ ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ ഞാൻ കൈരളി പ്രവർത്തിച്ച ആളുമാണ്. പക്ഷേ മമ്മൂട്ടി സാധാരണഗതിയിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളല്ല. അദ്ദേഹം കൈരളി TV-യുടെ ചെയർമാനായത് ഒരു സ്വതന്ത്ര ചാനൽ എന്ന നിലയിലാണ്. പക്ഷേ അത് പാർട്ടിയുടെ ഫണ്ടിങ്ങും പാർട്ടി സമാഹരിച്ച പണം കൊണ്ട് നടത്തിയാണെങ്കിൽ പോലും അദ്ദേഹം ഒരു സഹയാത്രികനായിരുന്നു എന്ന് പറയാം. പക്ഷേ അദ്ദേഹം 25 വർഷമായിട്ടും CPM-ന്റെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ഒരു ഇലക്ഷൻ പ്രചരണത്തിനും പോയിട്ടില്ല. പക്ഷെ കൈരളി ചാനൽ വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സേവനമുണ്ട്. 25 വർഷ സേവനം. അത് സത്യം പറഞ്ഞാൽ ഒരു ചാനലിന് ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടാകുക എന്ന് പറയുന്നത് പ്രധാനമല്ലേ. 3 തവണ ഭരത് അവാർഡ് കിട്ടിയ കേരളത്തിലെ ഒരു മഹാനടനാണ് കൈരളിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് തന്നെ കൈരളി TV-ക്ക് ഒരു ഗ്ലാമറാണ്. അതെ. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ നടത്തുന്ന ചില പരാമർശങ്ങൾ, അതും സൈബർ ആക്രമണം, സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. എന്നെപ്പോലെ ആൾക്ക് അത് വേദനിപ്പിക്കുന്ന കൂടിയാണ്. യഥാർത്ഥത്തിൽ മമ്മൂട്ടി എന്താണ് ചെയ്തത്? മമ്മൂട്ടി പറഞ്ഞത് അദ്ദേഹം വയനാട് പോയത് അവിടുത്തെ ദുരിത മേഖലയിൽ നേരത്തെ പോയിരുന്നു. ദുരിത മേഖലയിൽ ആ ടൗൺഷിപ്പും വീടുകളും ഒക്കെ കാണാൻ വേണ്ടിയാണ്. അത് അദ്ദേഹം പത്രക്കാരെ അറിയിച്ചിരുന്നില്ല, പാർട്ടി അറിയിച്ചിരുന്നില്ല, ആരും അറിയിച്ചിരുന്നില്ല. അദ്ദേഹം സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ പാർട്ടിക്കാർ കൂടി. പക്ഷെ കാറിലിരുന്നു കൊണ്ട് ചില പത്രക്കാർ, അറിഞ്ഞെത്തിയ പത്രക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ പണം കേരളത്തിലെ ജനങ്ങളുടെ പൊതുപണമാണ്, സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൊതുവാണ്. ഇത് ഒരു സോഷ്യൽ ക്യാപിറ്റലാണ്. ഈ ടൗൺഷിപ്പിൽ അതിൻ്റെ നിർമ്മാണത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും ഒരുപോലെ അർഹതയുണ്ട്. പണം മുടക്കുന്ന അവരാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഇതാണ് CPM-കാരെ പ്രകോപിപ്പിച്ചത്. അതിന് കാരണം കുറേ ദിവസങ്ങളായിട്ട് വയനാട് ടൗൺഷിപ്പ് അതെന്തോ CPM-ന്റെയും പാർട്ടിയുടെയും ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഇത് പണം സമാഹരിച്ച എല്ലാം പാർട്ടിയാണ്, കോൺഗ്രസ്സുകാരെന്തോ ചെയ്തില്ല എന്നുള്ള മട്ടിലാണ്. കോൺഗ്രസ്സുകാരായ ആളുകളും ജനങ്ങളും ഉൾപ്പെടെയുള്ള പണമാണ്. കോൺഗ്രസ് വേറെ വീട് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയോ അതിന് തലക്കിലിടുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താ താമസിച്ചത്? അതിന് സ്ഥലം അനുവദിച്ച് കിട്ടിയില്ല. സ്ഥലം അനുവദിച്ച് കിട്ടിയ സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്നെയാണ് വന്ന് തറക്കലിട്ട്. ലീഗിൻ്റെ അവർ പ്രഖ്യാപിച്ച 100 എണ്ണം വന്നു കഴിഞ്ഞു. പക്ഷെ സർക്കാരിൻ്റെ വീടുകളിൽ ഏതാണ്ട് 10-78 മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സർക്കാർ സംരംഭത്തിൽ കുറേ ആളുകൾക്ക് വീട് കിട്ടിയതിൽ കേരളീയരെല്ലാവരും, നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം എന്താ, വളരെയധികം നിരാവലംബരായ ആളുകൾക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കിട്ടുന്നു. അത് സർക്കാർ മുൻകൈ എടുത്തു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്ന പോലെ ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു. ലോകം മുഴുവനുള്ള മലയാളികൾ പണം കഴിച്ചു. ആ പണത്തിൻ്റെ ഭാഗമായി അത് പക്ഷെ അത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന താക്കോൽ ദാനം ചെയ്ത വീടുകളും പൂർത്തിയായിട്ടില്ല, പലയിടത്തും കടന്നു കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി കണ്ടുകൊണ്ട് അത് CPM-ന്റെ ഒരു മേളയാക്കി മാറ്റി. അതാണ് സത്യം. മാത്രമല്ല, അവിടെ ഈ ദുരന്തമുണ്ടായപ്പോൾ അവിടുത്തെ MLA ടി സിദ്ദിഖ് അദ്ദേഹം ഒരു 2 മാസത്തോളം മഴ നനഞ്ഞ് തലയിൽ ഈ റെയിൻകോട്ട് വിട്ട് തൊപ്പിയും വെച്ച് നടന്ന് എല്ലാ വീടുകളിലും, ഭക്ഷണമില്ലാത്ത വീടുകളിൽ അദ്ദേഹം സ്കൂട്ടറിൽ കൊണ്ടു കിടക്കുന്ന കാഴ്ച കണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ടി സിദ്ദിഖ് അവിടുത്തെ MLA-യുടെ മനുഷ്യസേവനപരമായ പ്രവർത്തനങ്ങളെ എല്ലാവരും പ്രകീർത്തിച്ചിരുന്നു. പക്ഷേ ആ സിദ്ദിഖ് ഉദ്ഘാടന വേദിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ CPM-ന്റെ ആളുകൾ കൂവിയെന്ന് മാത്രമല്ല, ആ കൂവലിൻ്റെ സ്വരത്തിൽ എന്തോ ഇയാളെന്തോ ഒരു നികൃഷ്ട ജന്തുവാണെന്ന് തോന്നുന്ന തരത്തിലാണ് കൂവിയത്. അങ്ങനെയുള്ള CPM-കാർ ഇത് പാർട്ടിയുടെ എന്തോ ഒരു നേട്ടമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മമ്മൂട്ടിയുടെ ഈ ഒരു പ്രസ്താവന വന്നത്. മമ്മൂട്ടി പറഞ്ഞ പൊതുസ്വത്താണ്, സോഷ്യൽ ക്യാപിറ്റലാണ്. ഇവരുടെ ധാരണ ദാസ് ക്യാപിറ്റൽ പോലെയുള്ള എന്തോ സംഭവമാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന്. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് ജനങ്ങളുടെ സ്വന്തം ആണെന്ന്, സമൂഹത്തിന്റെ സ്വത്താണെന്നാണ് പറഞ്ഞത്. അതാണ് സത്യം പറഞ്ഞാൽ പ്രകോപിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ അത് ഈ റഫീഖ് എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി ചുറ്റും കൂടി വന്നപ്പോൾ മമ്മൂട്ടി ഇങ്ങോട്ട് നിങ്ങളുടേതാക്കാൻ ശ്രമിക്കേണ്ടെന്ന് അർത്ഥം എന്തോ പറഞ്ഞു. അതിലൊരു നീരസം മമ്മൂട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യത്തെ പ്രസ്താവനയാണ്, രണ്ടാമത്തെ നീരസമല്ല. പക്ഷെ മാധ്യമങ്ങൾ മമ്മൂട്ടി എന്തോ CPI-യുടെ ജില്ലാ സെക്രട്ടറി അപമാനിച്ചു എന്ന മട്ടിലാണ് വ്യാഖ്യാനിച്ചത്. യഥാർത്ഥത്തിൽ മമ്മൂട്ടിയാണ് വ്യാഖ്യാനിച്ചത്. ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ 2 ദിവസമായി
കേരളത്തിൽ CPM-ന്റെ എല്ലാ സൈബർ ഇടങ്ങളിലും, സൈബർ ഇടങ്ങൾ എവിടെ കേന്ദ്രീകരിച്ചാണ്? എല്ലാം AKSLലാണ്. AKSL കേന്ദ്രീകരിച്ചിട്ടാണ് അങ്ങ് ബൂത്ത് തലം വരെ ഇതിന്റെ സന്ദേശം എത്തിക്കുന്നത്. ക്യാപ്സ്യൂൾ പരുവത്തിൽ അല്ലെങ്കിൽ റീൽ പരുവത്തിൽ, പല പരുവത്തിൽ. പിന്നെ പോരാളി ഷാജിമാർ, ഇവരെല്ലാവരും കൂടി നടത്തിയ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ സൈബർ ഗുണ്ടകളുടെ ആക്രമണം ലജ്ജിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഹിംസാത്മകമായ ഒരു ക്രൂരത എന്ന് പറയുന്നതാണ് അർത്ഥം. കാരണം എന്താ, മമ്മൂട്ടിയെക്കുറിച്ച് വാക്കുകൾ പുറത്തു പറയാൻ വയ്യാത്തതാണ്. മമ്മൂട്ടി ഇത് വായിച്ചാൽ ബോധം കെട്ടു വീഴും. അറപ്പുണ്ടാക്കുന്ന അശ്ലീല പ്രയോഗങ്ങൾ. മമ്മൂട്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ളൊരു പ്രയോഗം തന്നെക്കുറിച്ച്, സാധാരണ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഇതൊക്കെ കുറെ കേൾക്കും. രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു സെലിബ്രിറ്റിയായ മഹാനടന് ഇങ്ങനെ ഒരു ആക്ഷേപം ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? പക്ഷേ ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടായിട്ടും കഴിഞ്ഞ 2 ദിവസമായിട്ട് CPM-ന്റെ നേതാക്കന്മാരാരും ഈ അധിക്ഷേപത്തെ അപലപിക്കാൻ തയ്യാറായിട്ടില്ല, ഒരാൾ പോലും. പലരും അത് ഈ റഫീഖ് എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയാണ്. അതേസമയം CPM പോരാളികൾ എന്ന് പറയുന്ന സൈബർ ഗുണ്ടകളെ ന്യായീകരിക്കുക മാത്രമല്ല, അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുകയും അത് എന്തോ ഒരു നല്ല കാര്യം ചെയ്യുന്ന അർത്ഥത്തിൽ തന്നെയാണ് CPM നേതാക്കൾ പോകുന്നത്. യഥാർത്ഥത്തിൽ കൈരളി ചാനലിന്റെ ചെയർമാനായി മമ്മൂട്ടിയെ ക്ഷണിച്ചുകൊണ്ടുവന്നാരാ? പിണറായി വിജയനാണ്. അങ്ങനെ പിണറായി വിജയൻ ക്ഷണിച്ചുകൊണ്ടുവന്ന ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിൽ എത്തിക്കുകയും ആ പണിയെല്ലാം ചെയ്യുകയും ചെയ്ത മമ്മൂട്ടിക്ക് നൽകേണ്ട ആദരവ് ഇതാണോ? അദ്ദേഹത്തിന് ഈ സ്നേഹ സമ്മാനമായി കൊടുത്തതെന്താ? തെറിയഭിഷേകമല്ലേ? അതേസമയം മമ്മൂട്ടി എന്ന് പറയുന്ന താരം എത്രയോ ആദരവർഹിക്കുന്നു. അദ്ദേഹത്തിന് ആദരപൂർവ്വം കൊടുക്കേണ്ട പലതും കൊടുത്തിട്ടുണ്ടോ? രാജ്യസഭ കൊടുക്കാമായിരുന്നല്ലോ, സർക്കാർ പദവികൾ കൊടുക്കാമായിരുന്നോ? കൈരളി ചെയർമാൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടോ? ഒരു പ്രതിഫലമില്ല. അപ്പോൾ ലാഭേച്ഛ കൂടാതെ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു മഹത്തായ സേവനം ചെയ്ത ഒരാളെ ഇങ്ങനെ നിന്ദിക്കുന്നത് സത്യം പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഉണ്ടാവാത്ത ഏറ്റവും വലിയ. ഇപ്പം പിണറായി വിജയനും ഒക്കെ മമ്മൂട്ടിയെ തള്ളി പറഞ്ഞിരിക്കുകയല്ലേ? അതായത് മമ്മൂട്ടി തള്ളിപ്പറയാൻ മാത്രമല്ല, സത്യം പറഞ്ഞാൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും മമ്മൂട്ടിയോട് മാപ്പ് പറയേണ്ടതാണ്. പാർട്ടിയുടെ ആളുകൾ ഉറഞ്ഞു തുള്ളുകയാണ് മമ്മൂട്ടിക്കെതിരെ. മമ്മൂട്ടി എന്തോ വലിയ ക്രൂരമായ കൊലപാതകം നടത്തിയ മട്ടിലാണ് ഈ ആളുകൾ പ്രതികരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയോട് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മാപ്പ് പറയേണ്ടതാണ്. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയോ CPM നേതാക്കന്മാർക്കെതിരെയോ ഒരു സൈബർ ആക്രമണം വന്നാൽ ഉടൻ തന്നെ പോലീസ് വന്ന് കേസെടുക്കും. എത്രയോ സൈബർ കേസുകളാണ് പലർക്കും എതിരെ. മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ എത്ര പേരെ ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു. മമ്മൂട്ടിക്കെതിരെ അപകീർത്തികരമായ ഈ പോരാളികളുടെ ഗുണ്ടാക്രമണം നടന്നിട്ട് ഒരു കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നീതിബോധമുണ്ടെങ്കിൽ ഇതിനെതിരെ കേസെടുക്കേണ്ടതല്ലേ? കേസെടുത്തിട്ടില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മമ്മൂട്ടിയെ അവഹേളിക്കുക മാത്രമല്ല, മമ്മൂട്ടിയെ തരം താഴ്ത്തുകയും നിന്ദിക്കുകയും ഒരു കൃതജ്ഞത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്ന് എല്ലാ സേവനങ്ങളും പറ്റിയ ശേഷം അദ്ദേഹത്തോട് കാണിച്ചത് ഏറ്റവും വലിയ കൃതജ്ഞതയാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അപ്പൊ ഈ കൈരളി സ്ഥാനവും വിടുമോ? അതെനിക്കറിയില്ല. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ മമ്മൂട്ടി സലാം പറയേണ്ടതാണ്. ഇനിയും ഞാൻ മമ്മൂട്ടിയെ മോഹൻലാലിനെ താരതമ്യപ്പെടുത്തുകയല്ല. മമ്മൂട്ടി പാർട്ടിക്ക് വേണ്ടി ഒരു സഹയാത്രികനാണ്. അതേസമയം മോഹൻലാലിന്റെ പാർട്ടി ആഭിമുഖ്യം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. പക്ഷേ അടുത്ത കാലത്ത് മോഹൻലാലിന് ഒരു ബഹുമതി ലഭിച്ചപ്പോൾ ലാൽ സലാം എന്ന പേരിൽ വലിയ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടത്തിയത്. മുഴുവൻ മന്ത്രിമാരും കൂടി ചേർന്ന് പ്രകീർത്തിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മോഹൻലാലിനെ ചുമപ്പിക്കുകയാണോ അതോ കേരളത്തെ ജനങ്ങളെ മോഹൻലാൽ ഉപയോഗിച്ച് ചടപ്പിക്കുകയാണെന്നും അറിയില്ല. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ പറഞ്ഞതായിരിക്കും ശരി. അതായിരിക്കും ശരി. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ മോഹൻലാലിനെ കൊണ്ട് അവതരിപ്പിക്കുന്നു. അതെല്ലാ ചാനലുകളും കൊടുക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ, അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിക്കുന്ന ഒരു ഇന്റർവ്യൂ സർക്കാർ ചെലവിൽ കൊടുത്തപ്പോൾ മോഹൻലാലിനെ കൊണ്ട് ചെയ്യിക്കുന്നു. അത് മോഹൻലാലിനോട് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ചില മമ്മൂട്ടിയെ ചിലപ്പോൾ അത്തരം പണിക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും മോഹൻലാൽ മമ്മൂട്ടി നോക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ട സേവനം ചെയ്ത മമ്മൂട്ടിയോടും പാർട്ടിക്ക് വേണ്ടി പ്രത്യേകമായ സേവനം ചെയ്തതായി അറിവില്ലാത്ത മമ്മൂട്ടിയോടും ഇരട്ടത്താപ്പല് നയിക്കുന്നു. ഞാനിപ്പോൾ രണ്ടുപേരുടെ സുഹൃത്താണ്. രണ്ടുപേരുടെയും നടന വൈഭവത്തെ അംഗീകരിക്കുന്നതാണ്. പക്ഷേ CPM മോഹൻലാലിനോട് കാണിക്കുന്ന ഒരു പ്രതിപത്തി അദ്ദേഹത്തെ ഒരു ലാൽ സലാമാക്കി കമ്മ്യൂണിസ്റ്റ് വരികരിക്കുമ്പോൾ സഹയാത്രികനായ മമ്മൂട്ടിയെ നിന്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ ഹിംസാത്മകമായ ക്രൂരത തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.